ഈ വി ഡി സതീശൻ സർക്കാരിനെ നമ്മൾ അഭിനന്ദിച്ചേ കഴിയൂ. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു വക്കീലിനെ നിയമിക്കുന്നത്. ആ വക്കീൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്തെ ഭാഗത്തെ വക്കീൽ കേസുകൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ള ആക്ഷേപം വരുന്നു. പിറ്റേന്ന് തന്നെ അയാളെ രാജിവെപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്കത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബോധ്യം തങ്ങൾ അത് ഏറ്റെടുക്കും. അത് തിരുത്താൻ, തെറ്റ് ചെയ്താൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇതിലൂടെ നൽകുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് പിഴവുകളുണ്ട്. ആ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാണ്. അത് തിരുത്താൻ തയ്യാറാവുന്ന ഒരു സർക്കാർ ഉണ്ട്, തിരുത്താൻ വേണ്ടി തയ്യാറായ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഈ സന്ദേശമാണ് കൃത്യമായി നൽകുന്നത്. നമ്മൾ ഈ സർക്കാർ വന്നതിന് ശേഷം വന്ന രണ്ട് വിവാദങ്ങളാണ് ഈ നിയമന വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ രണ്ടാമത് വന്നതാണ് ഇപ്പോൾ പറഞ്ഞ കെ.പി. പ്രദീപിനെ ദേവസ്വം ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത്. എന്തുകൊണ്ടാണ് അതിൽ വിവാദം വന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കേസുകൾ നോക്കിക്കൊണ്ടിരുന്നത് പ്രദീപ് എന്ന് പറയുന്ന വക്കീലായിരുന്നു. സമർത്ഥനായ ഒരു ക്രിമിനൽ ലോയറാണ്. അതുകൂടി പരിഗണിച്ചാണ് സർക്കാർ നിയമനം നൽകിയതെന്ന് പറയുകയും ചെയ്തു. ഇന്നലെ നമ്മൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ ഈ നിയമനത്തെ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. കാരണം മികവുള്ളൊരു വക്കീലാണ്. അദ്ദേഹത്തിന് പ്രതിഭാഗത്ത് നിൽക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അത് ദേവസ്വത്തിന് ഗുണം ചെയ്യും, അത് മന്ത്രിസഭ ചർച്ച ചെയ്ത് കൂട്ടായെടുത്ത തീരുമാനം എന്നെല്ലാമാണ് പറഞ്ഞത്. പിന്നീട് സംഭവിച്ചു, അതിനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നു, പ്രതിപക്ഷത്തു നിന്ന് വിമർശനമുയർന്നു. അപ്പോഴേക്കും സർക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് ഭക്തർക്ക് വിഷമം ഉണ്ടാക്കി നിരവധി പേർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഈ UDF നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു എതിരഭിപ്രായവും വിമർശനവും ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി അതിവേഗത്തിൽ തന്നെ തീരുമാനമെടുത്തു. അദ്ദേഹത്തോട് രാജിവെച്ച് ഒഴിയാൻ പറഞ്ഞു. ഇതല്ലേ ഒരു തീരുമാനമായിട്ട് വരേണ്ടത്? ഇതല്ലേ ജനങ്ങൾ പറയുന്നത്? നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തണം. അത് തിരുത്താതിരിക്കുന്നതാണ് കുഴപ്പം. അത് ഞങ്ങൾ ചെയ്തത് മാത്രമാണ് ശരി, ഞങ്ങളാണ് ശരി, ഈ സ്റ്റാൻഡ് പിടിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ തോൽക്കേണ്ടി വന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ കേരളയിൽ ജനം മൊത്തം എതിരായിരുന്നു. പക്ഷെ ഞങ്ങളത് നടപ്പിലാക്കും, കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നു. എന്ത് തീരുമാനം എടുത്തിരുന്നാലും സർക്കാർ ജനങ്ങളെ കേൾക്കാതിരുന്നതിൻ്റെ കുഴപ്പമാണ് LDFന്റെ കഴിഞ്ഞ സർക്കാരിന് പറ്റിയത്. ജനങ്ങളെ കേൾക്കുന്നില്ല, ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ശബരിമല യുവതീ പ്രവേശനം എന്ന് പറയുന്നൊരു സുപ്രീം കോടതി വിധിയുണ്ടായി. സർക്കാർ അതിനെ നവോത്ഥാനമായി കണ്ട് സ്ത്രീകളെ കയറ്റും എന്നൊരു നിലപാടെടുത്തു. ഇവിടെ ഭക്തജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. അന്ന് എന്താണ് സർക്കാർ നിലപാടെടുത്തത്? സ്ത്രീകളെ കയറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. രഹസ്യമായിട്ടാണെങ്കിലും 2 സ്ത്രീകൾ അവിടെ എത്തിച്ച് ദർശനം നടത്തി സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയെന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് നടന്നു. അതിന് സംഭവിച്ചത് എന്താ? ഭക്തജനങ്ങളടക്കമുള്ള ജനങ്ങൾ മൊത്തം മറുപടി കൊടുത്തപ്പോൾ 19 സീറ്റിലും ലോക്സഭയിൽ 20 മണ്ഡലങ്ങളിൽ 19 ഇടത്തും CPM തോറ്റുപോയി. അപ്പോഴാണല്ലോ ഒരു തിരിച്ചറിവുണ്ടായത്. ആ തിരിച്ചറിവിലാണല്ലോ ഈ യുവതി പ്രവേശം വേണ്ട എന്നും ഒരല്പം പിന്തിരിഞ്ഞ് നിൽക്കാമെന്നും പറഞ്ഞ തീരുമാനം വന്നത്. ഇത് തിരിച്ചടി കിട്ടുമ്പോഴല്ല തിരുത്തേണ്ടത്. ജനം അത് ആഗ്രഹിക്കാത്ത തീരുമാനമാണ്, ജനത്തിൽ നിന്ന് പ്രതിഷേധമുള്ള തീരുമാനമാണെന്ന് കാണുമ്പോൾ തിരുത്തുക. ആ തിരുത്തലില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ വരും. ഇത് തന്നെ സംഭവിച്ച് 24 മണിക്കൂറിലാണ് ഈ തിരുത്തൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വിഷയം നോക്കിക്കഴിഞ്ഞാൽ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടിട്ടാണ് ബന്ധു നിയമനം. സണ്ണി ജോസഫിന്റെ അളിയന് പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് ഒരു പോസ്റ്റിംഗ് കൊടുക്കുന്നു. പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും വിശ്വസ്തനായ ആളെയാണ് നിർത്തുന്നത്. സ്വന്തം അളിയനാണ്, കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനാപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വെക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ അളിയനായതുകൊണ്ട് അതൊരു വിഷയമാണ്. ബന്ധു നിയമനത്തിന്റെ വകുപ്പിൽ ജനങ്ങൾ അതിനെ മുദ്ര കുത്തുമെന്നുണ്ടായതുകൊണ്ട് 2 ദിവസം, അതായത് എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് അത് പിന്നീട് അവർ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ മാറി. അത് ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ UDF നിന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളത് മാറ്റാം. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തനിയെ രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. കാരണം സ്വന്തം അളിയന് താൻ കാരണം ഒരു പേരുദോഷം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറി നൽകുന്നു എന്നൊരു സന്ദേശമാണ് നൽകിയത്. ഇവിടെയും എന്താണ് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ കേന്ദ്രമാണ്. വിശ്വാസികൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം മാറ്റുന്നു.
ഇനി മുന്നോട്ടും ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇപ്പോഴത്തെ തുടക്കത്തിന്റെ സർക്കാരിന്റെ പോക്കനുസരിച്ച് മുന്നോട്ടും ഇത് തന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. കാരണം ബന്ധു നിയമനത്തിനെതിരെ കേരളത്തിൽ LDF ഭരിക്കുന്ന സമയത്ത് ബന്ധു നിയമനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് ഘോരമായി പ്രസംഗിക്കുകയും സമരം ചെയ്യുകയും ചെയ്തവരാണ് UDF. അതുകൊണ്ട് തന്നെ ബെന്നി തോമസിനെ സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയപ്പോൾ എതിർപ്പ് ഉയരും, സ്വാഭാവികമാണ്. ആ എതിർപ്പിനെ ആദ്യം പരിഗണിച്ചില്ല. കാരണം ബെന്നി തോമസ് ബന്ധു മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്. ആ ഒരു നിലയ്ക്കാണ്, വിശ്വസ്തനാണ്. തനിക്ക് അങ്ങനെ ഒരാളെ പ്രൈവറ്റ് സെക്രട്ടറിയായി വേണമെന്ന് സണ്ണി ജോസഫ് തന്നെ KPCC യോഗത്തിന് ശേഷം ന്യായീകരിക്കുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ജനങ്ങളിൽ നിന്ന് മുറുമുറുപ്പുണ്ടാകുന്നു. അത് ഈ സർക്കാരിൻ്റെ വലിയ പ്രതിച്ഛായ ആദ്യമേ ഉണ്ടാക്കിയ ഒരു സർക്കാരിൻ്റെ ഒരു കളങ്കമാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് ഇതിനകത്ത് ഒരു രാജിയിലേക്കും അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുകയും ചെയ്തത്. മുഖ്യമന്ത്രിയും ബന്ധു നിയമനം വേണ്ട എന്നൊരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. ആ സമയത്ത് സ്വീകരിച്ചിരുന്നു എന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകളെല്ലാം. എന്തായിരുന്നാലും വലിയ വിവാദമാകേണ്ട ഒരു വിഷയമായിരുന്നു. അതിൽ ഒരു തിരുത്തൽ വരുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഞാൻ പറയുന്നത്, തെറ്റുകൾ സംഭവിക്കാം, പിഴവുകൾ ഉണ്ടാവാം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താനുള്ള ഒരു മനസ്സ്, അതിൽ അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമല്ല. അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, ഞങ്ങൾ അത് തിരുത്തുന്നു. ഈ തിരുത്തലാണ് വേണ്ടത്. ഈ തിരുത്തൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെ ഇപ്പം ഒരു മാസം കൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെയും അഭിമാനത്തോടെയും നോക്കിക്കാണുന്നത്. ആ തിരുത്തൽ ഉണ്ടായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിന് വലിയ പ്രതിച്ഛായ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 15-ാം തീയതി മുതൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന വലിയ പ്രഖ്യാപനം കൂടി നടത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത 10 മടങ്ങ് വർദ്ധിക്കും. കാരണം ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ 60-65% സ്ത്രീകളാണ്. അവർക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര എന്ന വലിയ പ്രഖ്യാപനം കൂടി നടപ്പിലാക്കുമ്പോൾ ഈ സ്ത്രീകൾ കൂടി ഈ സർക്കാരിനെ ഒപ്പം നെഞ്ചോട് ചേർക്കും. അതിൻ്റെ ഒരു പ്രതിച്ഛായ വലിയ രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പിഴവുകൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ തിരുത്തുകയാണ് വേണ്ടത്. തിരുത്തി മുന്നോട്ട് പോയാൽ ജനം കൂടെ നിൽക്കും, ഒപ്പം നിർത്തും, കൈയടിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. ഈ സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 102 സീറ്റിനാണ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അതായത് ജനങ്ങൾ നൽകുന്നത് വലിയൊരു VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനും ഈ സർക്കാരിലും ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വലിയൊരു പിന്തുണയാണ്. ഈ സർക്കാരിൽ നിന്ന് എന്തോ മാസ്മരികമായൊരു സാധനം പ്രതീക്ഷിക്കുന്നത്. അതായത് 10 കൊല്ലക്കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാത്തതെന്തോ ഈ സർക്കാരിൽ നിന്നും കിട്ടും, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വലിയൊരു വിശ്വാസത്തിലാണ് ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത്. ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് UDFിൻ്റെയും VD സതീശൻ സർക്കാരിൻ്റെയും അവരുടെ ജോലി കൂടിയാണ്. കാരണം 102 എന്ന് പറയുന്നൊരു അവിസ്മരണീയ സംഖ്യയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയാണ്, വലിയൊരു വിജയമാണ്. ആ വിജയം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നയിക്കുന്ന ഈ സർക്കാരിൻ്റെ വലിയൊരു ബാധ്യത കൂടിയാണ്. അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിക്കുക. അതോടൊപ്പം തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടായാൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സന്ദേശം നൽകുന്നത് ഇനിയും ഈ സർക്കാർ ഇങ്ങനെ തന്നെയായിരിക്കും. ജനങ്ങളോടൊപ്പമുള്ളൊരു സർക്കാരായിരിക്കും, ജനകീയ സർക്കാരായിരിക്കും. ആ ജനകീയ മുഖം VD സതീശന് ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായത് നമ്മൾ കരുതിയിരുന്ന ഏറ്റവും വലിയ ജനകീയ മുഖം എന്ന് പറയുന്ന പല ആളുകളെയും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ UDFിൻ്റെ പ്രവർത്തകർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഒരു ഉദാഹരണമാണ്. ഷാഫി പറമ്പിൽ ഒരു ക്രൗഡ് പുള്ളറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. വിജയത്തിനെല്ലാം ശേഷം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെതിരെ വലിയൊരു പ്രതിഷേധം ഉയരുന്നു നമ്മൾ കണ്ടു. ഇനി എത്ര വലിയ ജനകീയ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് VD സതീശൻ മതി എന്ന് പറയുന്നത് അതല്ലേ ജനം നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മൾ അപ്പം നോക്കുക മതി, VD സതീശൻ കൂടാതെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവർ 3 പേര് കൂടി മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വന്നപ്പോൾ പൊതുജനം അഭിപ്രായം എവിടെയായിരുന്നു എന്നുള്ളതാണ്. MLA മാരോ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളോ MP മാരോ എന്ത് അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ല. പൊതുജന അഭിപ്രായം എങ്ങനെയായിരുന്നു, പൊതുജനങ്ങൾ പലരും എന്ത് അഭിപ്രായമാണ് തുറന്നു പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് സതീശൻ ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അത്രത്തോളം ജനങ്ങളുടെ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം അയാൾ നേടിയെടുത്തത് കൊണ്ടാണ് പൊതുജനം മൊത്തം പറഞ്ഞത് VD സതീശൻ മതിയെന്ന്. ആ പൊതുജന അഭിപ്രായമാണ് പല സർവേകളിലൂടെയും പുറത്തു വന്നത്. മുസ്ലിം ലീഗ് ശക്തമായി വാദിച്ചതും ഈ പൊതുജന അഭിപ്രായം കണ്ടിട്ടാണ്. ഈ VD സതീശൻ അല്ല മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് MLA-മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ തൃക്കരിപ്പൂരിലെ ഞെട്ടിക്കുന്ന വിജയം നേടിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗിന്റെ കടുത്ത പ്രതിഷേധമാണ് നേരിട്ടത്. അതുപോലെ തന്നെ റാന്നി MLA ആയ
പഴകുളം മധു KC വേണുഗോപാലിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കേണ്ടി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം അതായിരുന്നു. പൊതുജന അഭിപ്രായം മാനിക്കാതെ സ്വന്തം നേതാവിനും ഗ്രൂപ്പ് കളിക്കാൻ പോയപ്പോഴുമാണ് ജനം മറുപടി കൊടുത്തത്. അത് ജനം വലിയ പ്രതീക്ഷ സതീശനിൽ അർപ്പിക്കുന്നുണ്ട്. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജനം ഒപ്പം നിന്നത്. ആ പ്രതീക്ഷ ഇനി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി VD സതീശനുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് അറിയേണ്ടതുണ്ട്. ഇന്ധന നികുതി അടക്കമുള്ള കുറവുകൾ വരുത്തുമോ, ജനങ്ങളെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതെല്ലാം ഈ ബഡ്ജറ്റിലാണ് അറിയേണ്ടത്. ഇപ്പോൾ ധവളപത്രം വെച്ചു സംസ്ഥാനം വലിയ കടക്കടിയിലാണെന്ന് പറയുമ്പോഴും ബഡ്ജറ്റിലൂടെ എന്തൊക്കെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കും, എന്തൊക്കെ ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കും, ജനങ്ങളെ ചേർത്ത് പിടിക്കുമോ എന്നുള്ളതും കൂടി അറിയാനുണ്ട്. ആ പ്രതീക്ഷയുടെ ഭാരം കൂടി ഇപ്പോൾ സതീശന്റെ തലയിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിക്കുന്നത് നല്ലതാണ്.